എൻ്റെ പേര് പത്മിനി. ഞാൻ കൽപ്പറ്റ PWD ബിൽഡിങ്സ് ഡിവിഷനിൽ 22 വർഷം ജോലി ചെയ്തു. അതിൽ 15 വർഷം പാർട്ട് ടൈം സ്വീപ്പറായിട്ടാണ് ജോലി ചെയ്തത്. അപ്പോൾ എനിക്ക് 7 വർഷത്തെ സർവീസേ കിട്ടിയുള്ളൂ. 2015 ഞാൻ പ്രൊമോഷനായത്. 7 വർഷം പ്രൊമോഷനാവാൻ കാരണം ഞാനൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് എനിക്ക് കൂടുതൽ സമയം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് പ്രൊമോഷൻ വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. അപ്പോൾ എനിക്ക് ഇത് NPSൻ്റെ ഈ നിയമങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. 2022 മെയ് 30 ഞാൻ റിട്ടയർഡായി. 5 ലക്ഷം രൂപയാണ് 5,16,000 രൂപയാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 3 ലക്ഷം രൂപ ഞാൻ എടുത്തപ്പോൾ ബാക്കി 2,16,000 രൂപയാണ് HDFC ബാങ്ക് കണ്ണൂരിൽ നിക്ഷേപിച്ചത്. അവരായിരുന്നു ഇതിൻ്റെ ഓപ്ഷൻ ചോദിച്ചത്. അവരും LICയും SBIയും ആണ് ചോദിച്ച് വന്നത്. അപ്പോൾ അതിൽ ഞാൻ 2,16,000 രൂപ കണ്ണൂർ HDFC ബാങ്കിലാണ് ഇട്ടത്. അതിൻ്റെ 1,117 രൂപയാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ മെഡിസെപ്പും കിട്ടിയില്ല. ഞാൻ കൽപ്പറ്റ ട്രഷറിയിൽ അവരോട് പറഞ്ഞതായിരുന്നു എന്നെ മെഡിസെപ്പിൽ ചേർത്തണം, 18,000 രൂപ 3 വർഷത്തെ പൈസ ഒരുമിച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് 18,000 അടച്ചിട്ട് ചേച്ചി മെഡിസെപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പിന്നെ അതിന് നിങ്ങൾ എന്തിനാണ് മെനക്കെടുന്നതെന്നാണ് അവർ ചോദിച്ചത്. എനിക്കും എൻ്റെ ഭർത്താവിനും സുഖമില്ലാതായിട്ട് 6 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചിലവായി. ഇപ്പോൾ ആകെ വരുമാനം 1,117 രൂപയും എൻ്റെ ഭർത്താവിന് കിട്ടുന്ന 1,600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷനുമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അസുഖമായതുകൊണ്ട് മരുന്നിന് തന്നെ ഒരു മാസം 2,000 രൂപയോളം ചിലവുണ്ട്. 15 വർഷം പാർട്ട് ടൈമായി ജോലി ചെയ്തതിൻ്റെ ഗ്രാറ്റുവിറ്റി ഒരു പൈസയും എനിക്ക് കിട്ടിയില്ല. ദയവ് ചെയ്ത് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഈ സർക്കാർ ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു.